ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ പരിപാടി നാരങ്ങ ഉപ്പിലിടലാണ്. അതിന് ആദ്യം വേണ്ടത് ഒരു നാരങ്ങ, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ ഒരു കുപ്പി. ഇത് അത്യാവശ്യം ഒരു 400 ഗ്രാം ഉണ്ട്, നല്ല തൂക്കമുണ്ട്. ഇത് നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഇനിയും ഉണ്ട് ഇവിടെ 2-3 എണ്ണം. നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വാവ്, സൂപ്പർ. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ അധികം പുളിയൊന്നുമില്ല, ചെറിയൊരു പുളിയേ ഉള്ളൂ. നല്ല രസമുണ്ട്. ഇതിൻ്റെ തോലാണ് നല്ല ടേസ്റ്റ്. നമുക്കിതിൻ്റെ ബാക്കി ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട് ഉള്ളു. നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെ ഉണ്ട് ഇതിൻ്റെ തൊലി. നമുക്കിനി ഇതിനെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിയണം. നാരങ്ങ മുറിച്ച് ക്ഷീണിച്ച് ഇനി കുറച്ച് ചായ കുടിക്കാം നമുക്ക്. ഇപ്പം നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. ഇനിയിപ്പം കുപ്പിയിൽ കൊള്ളുമോ എന്നുള്ളത് നോക്കണം. ഇനി ആവശ്യത്തിന് കുറച്ച് പച്ചമുളക് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇനി പച്ചമുളക് നമുക്ക് നീളത്തിൽ അരിഞ്ഞു കൊടുക്കണം. അങ്ങനെ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച നാരങ്ങ മെല്ലെ ജാറിലേക്ക് മാറ്റാം. ഇനി കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ച പച്ചമുളകും നാരങ്ങയും എല്ലാം കൂടി നമ്മൾ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പ്. ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ അരിഞ്ഞു വെച്ച നാരങ്ങയൊക്കെ സെറ്റായി കഴിഞ്ഞ് കുറച്ചും കൂടെ കുപ്പിയിലിട്ട് കൊടുക്കാം. നേരത്തെ അരിഞ്ഞത് കുറച്ച് കുറഞ്ഞു പോയി, അപ്പോൾ കുറച്ചും കൂടെ നമ്മളെടുത്ത് അരിഞ്ഞ് ഈ കുപ്പിയിലേക്ക് ഒഴിക്കാം. ഇനി മേൽഭാഗത്ത് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുക. ഇനി കുറച്ചും കൂടെ നാരങ്ങ. അങ്ങനെ നമ്മുടെ ജാറ് ഫുള്ളായി കഴിഞ്ഞു. സൂപ്പറായി. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്യാപ്പില്ല, ഫുള്ളായി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുപ്പി അങ്ങനെ ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മൂടണം. നല്ല ടൈറ്റായിട്ട് ഇതിനെ ഇനി മൂടിയിട്ട് വെക്കാം.
സെറ്റായി നമ്മുടെ ഉപ്പിലിട്ട നാരങ്ങ. നമ്മൾ ഉപ്പിലിട്ട നാരങ്ങ റെഡി. എത്ര ദിവസം എടുക്കും പിടിക്കേ? സെറ്റാവൂലേ? സുർക്കൊഴിച്ചിട്ടില്ല, പച്ചവെള്ളവും ഉപ്പും